ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് എന്ന പേരുള്ള നിഗൂഢതകൾ നിറഞ്ഞ ഒരു തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് കാണാൻ പോകുന്നത്. ഒരു സാധാരണ ഗെയിം ഡൗൺലോഡ് ചെയ്തതിനെ തുടർന്ന് ഇവിടെ ദുരൂഹമായ മരണങ്ങൾ ഒന്നൊന്നായി സംഭവിക്കുന്നു. ദുർഗ എന്ന പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്. അവരുടെ സ്റ്റേഷനിലേക്ക് വിചിത്രമായ ഒരു കേസ് വരുന്നു. അതായത് ഭക്ഷണം ഡെലിവറി ചെയ്യാൻ പോയ ഒരു ഡെലിവറി ബോയെ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. കാഴ്ചയിൽ അതൊരു അപകട മരണമായിട്ടാണ് തോന്നുന്നത്. റിപ്പോർട്ടുകളിലും അതൊരു അപകടം തന്നെയാണെന്ന് പറയുന്നു. എന്നാൽ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഇത് അപകടമല്ലെന്നും ആരോ ബോധപൂർവം ചെയ്തതാണെന്നും ഒരു ഊമക്കത്ത് എഴുതി ആ ഇൻസ്പെക്ടർക്ക് അയക്കുന്നു. അയാൾ ആ കത്ത് അയച്ചതിന് ശേഷം ആ നാട്ടിൽ ദുരൂഹമായ രീതിയിൽ ഒന്നിനു പുറകെ ഒന്നായി ആത്മഹത്യകൾ നടക്കാൻ തുടങ്ങി. മരിക്കുന്നവരെല്ലാം വിദ്യാർത്ഥികളാണ് എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം. അതെങ്ങനെ സാധ്യമാവും? എന്തിനാണ് അവർ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നത്? ഇതിനു പിന്നിലെ വലിയ ട്വിസ്റ്റും ആ വ്യക്തി ആരാണെന്നും നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാം. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കിടയിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ കുട്ടി ഫോണിൽ ഗെയിം കളിക്കുന്നതായി കാണിക്കുന്നു. അവൻ്റെ അച്ഛൻ അത് കണ്ട് ഓൺലൈൻ ക്ലാസ്സിനാണെന്ന് പറഞ്ഞല്ലേ ഫോൺ വാങ്ങി തന്നത്, നീ ഇരുന്ന് ഗെയിം കളിക്കുകയാണല്ലേ, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഒരു ഫുഡ് ഡെലിവറി ബോയെ കാണിക്കുന്നു. അയാൾ ഫുഡ് ഡെലിവറി ചെയ്യാനായി വണ്ടിയിൽ പോകുമ്പോൾ എതിരെ വന്ന ഒരു അജ്ഞാതൻ ഇരുമ്പ് വടി കൊണ്ട് അയാളുടെ തലക്കടിക്കുന്നു. ആ ഡെലിവറി ബോയ് അവിടെ തന്നെ വെച്ച് മരിക്കുന്നു. അടുത്ത സീനിൽ ആ ലൊക്കേഷനിലേക്ക് ദുർഗ എന്ന SI വരുന്നു. അവരുടെ ഏരിയയിലാണ് ഈ സംഭവം നടന്നത്. അവർ വിവരങ്ങൾ തിരക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും പോലീസുകാരും ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതാണ്, അപകടത്തിൽ മരിച്ചതാണ്, വേറൊന്നുമില്ല എന്ന് പറയുന്നു. തുടർന്ന് മൃതദേഹവും സാമ്പിളുകളും ആശുപത്രിയിലേക്ക് അയച്ച് സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുന്നു. ഇതേ സമയം നമ്മുടെ നായകനായ ശിവയെ കാണിക്കുന്നു. ശിവ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. എന്നാൽ അദ്ദേഹത്തിന് ആർമിയിൽ ചേരാനോ അല്ലെങ്കിൽ ഒരു പോലീസുകാരനാകാനോ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ശിവയുടെ ചേച്ചിയെ അതിന് സമ്മതിക്കുന്നില്ല. കാരണം ശിവയുടെ അച്ഛൻ ഒരു സൈനികനായിരുന്നു. അദ്ദേഹം ഡ്യൂട്ടിക്കിടെ മരണപ്പെട്ടു. അതുകൊണ്ടാണ് അനിയൻ പോലീസിലോ ആർമിയിലോ പോകരുതെന്ന് ചേച്ചി ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളിലുള്ള താല്പര്യം കാരണം നാട്ടിൽ നടക്കുന്ന രസകരമായ കേസുകളുടെ പേപ്പർ കട്ടിങ്ങുകൾ ശേഖരിച്ച് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുന്നത് ശിവയുടെ പതിവായിരുന്നു. ഇനി ശിവയുടെ കാമുകിയെ പരിചയപ്പെടാം. ഇവർ മെഡിക്കൽ വിദ്യാർത്ഥികളാണെങ്കിലും ഇവരുടെ പ്രണയത്തെക്കുറിച്ച് കാമുകി അവളുടെ അച്ഛനോട് പറഞ്ഞിരുന്നു. അച്ഛൻ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. ഈ വിവരം ശിവയോടും അവന്റെ ചേച്ചിയോടും പറയാനായി കാമുകി അവരുടെ വീട്ടിൽ വരുന്നു. അതേസമയം ലോക്കൽ സ്റ്റേഷനിലേക്ക് ഒരു കോൺസ്റ്റബിൾ വരുമ്പോൾ മറ്റൊരു പോലീസുകാരൻ ഒരു ചെറിയ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അടുത്തുള്ള ഹോസ്റ്റലിന് നേരെ കല്ലെറിഞ്ഞിട്ട് അവിടെ തന്നെ തുറച്ചു നോക്കി നിന്നു. എന്ത് ചോദിച്ചാലും തുറച്ചു നോക്കുകയാണ്, അതുകൊണ്ട് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്നതാണ് എന്ന് ആ പോലീസുകാരൻ പറയുന്നു. കോൺസ്റ്റബിൾ ആ കുട്ടിയെ ഒന്ന് നോക്കിയിട്ട് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ സ്റ്റേഷനിലെ വാതിൽക്കൽ ഫയൽ നമ്പർ 1 എന്ന് എഴുതിയ ഒരു കത്ത് കാണുന്നു. അതെടുത്ത് വായിച്ച അയാൾ ഞെട്ടിപ്പോകുന്നു. ഉടൻ തന്നെ SI ദുർഗയുടെ അടുത്തേക്ക് ചെന്ന്, മാഡം, ആ ഫുഡ് ഡെലിവറി ബോയ് അപകടത്തിൽ മരിച്ചാണെന്നല്ലേ പറഞ്ഞത്, പക്ഷെ അവനെ ആരോ കൊന്നതാണ്, ഈ കത്തിൽ അതിനുള്ള തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് കത്ത് നൽകുന്നു. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഡെലിവറി ബോയ് ബൈക്കിൽ നിന്ന് വീണതാണെങ്കിൽ ബൈക്കിൽ എവിടെയെങ്കിലും പോറലുകൾ ഉണ്ടാകുമായിരുന്നു, പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കൂടാതെ ഒരു ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചത് കൊണ്ടാണ് അയാൾ മരിച്ചത്. ആശുപത്രിയിലുള്ള ഡെലിവറി ബോയുടെ ശരീരം ആരോ പരിശോധിച്ച് ഈ വിവരങ്ങൾ കത്തിന്റെ രൂപത്തിൽ പോലീസിന് അയച്ചതാണ്. കട്ട് ചെയ്യുമ്പോൾ ആശുപത്രിയിലെ മോർച്ചറി കാണിക്കുന്നു. അവിടെ ധാരാളം മൃതദേഹങ്ങൾക്കിടയിൽ ജോലി ചെയ്യുന്ന ശിവസ്വാമിയെ നമ്മുടെ നായിക ഫോൺ ചെയ്യുന്നു. ശിവസ്വാമി, ആ ഡെലിവറി ബോയ് അപകടത്തിലാണ് മരിച്ചതെന്ന് നിങ്ങളല്ലേ റിപ്പോർട്ട് തന്നത്? ഇവിടെ വേറൊരു കത്ത് വന്നിരിക്കുന്നു. സത്യത്തിൽ അത് അപകടമരണമാണോ അതോ കൊലപാതകമാണോ എന്ന് ചോദിക്കുമ്പോൾ ശിവസ്വാമി അതൊരു അപകടമരണമാണെന്ന് തറപ്പിച്ചു പറയുന്നു. ഇതോടെ നായികയ്ക്ക് സംശയം തോന്നുകയും അവർ ഒരു ഡോക്ടറെ കാണാൻ പോവുകയും ചെയ്തു. ആ ഡോക്ടറുടെ പേര് KK. പോലീസിന് എന്ത് സംശയം വന്നാലും അവർ സമീപിക്കുന്നത് ഈ ഡോക്ടറെയാണ്. ഡെലിവറി ബോയുടെ കേസിനെ കുറിച്ച് സംസാരിച്ച ശേഷം ദുർഗ അവിടെ നിന്ന് പോകുന്നു. ഈ KK ഡോക്ടർ മറ്റാരുമല്ല, നമ്മുടെ നായകൻ ശിവയുടെ കാമുകിയുടെ അച്ഛനാണ്. അദ്ദേഹം വിദേശത്ത് പഠിച്ച് 10 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോൾ മകളുടെ പ്രണയത്തിനും അദ്ദേഹം സമ്മതം നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ശിവയുടെ ചേച്ചിയുടെ വളകാപ്പ് ചടങ്ങ് നടക്കുന്നു. ശിവയ്ക്ക് 3 സുഹൃത്തുക്കളുണ്ട്. അതിലൊരാൾ എപ്പോഴും ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അവരുടെ കൂടെ ശിവ സന്തോഷമായിരിക്കുന്നതായി കാണിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ശിവ കോളേജിലേക്ക് വരുമ്പോൾ റോസി എന്നൊരു പെൺകുട്ടി അവനെ ഒരുപാട് നാളായി വൺ സൈഡായി പ്രണയിക്കുന്നുണ്ടായിരുന്നു. അവൾ ശിവയോട് പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ ശിവയ്ക്ക് ദേഷ്യം വന്നു. എനിക്ക് ഓൾറെഡി ഒരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നിന്റെ പ്രണയം ഞാൻ എങ്ങനെ സ്വീകരിക്കും എന്ന് ചോദിച്ച് അവൻ ക്ലാസ് റൂമിലേക്ക് പോകുന്നു. അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സുഹൃത്തിന്റെ അടുത്തിരുന്ന് ക്ലാസ് ശ്രദ്ധിക്കുമ്പോഴാണ് റോസിയുടെ മെസ്സേജ് വരുന്നത്: നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു. ഇത് കണ്ട് ഭയന്നുപോയ ശിവ റോസിയെ രക്ഷിക്കാനായി ടെറസിലേക്ക് ഓടുന്നു. എന്നാൽ അതിനിടയിൽ ധാരാളം കുട്ടികൾ താഴേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. എന്തുപറ്റിയെന്ന് ചോദിച്ചപ്പോൾ കോളേജിന്റെ ടെറസിൽ നിന്ന് ആരോ താഴേക്ക് ചാടിയെന്ന് അവർ പറയുന്നു. ശിവ പരിഭ്രാന്തനായി അവിടെ എത്തി നോക്കുമ്പോൾ ഭാഗ്യത്തിന് ചാടിയത് റോസി ആയിരുന്നില്ല, പക്ഷെ അത് ശിവയുടെ സുഹൃത്തായിരുന്നു. ഇത് കണ്ട് സഹിക്കാനാവാതെ ശിവ അലറിക്കരയുന്നു. എന്തിനാണ് തന്റെ സുഹൃത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നോ ഇതിനു പിന്നിൽ ആരാണെന്നോ അവന് മനസ്സിലായില്ല.
ഈ കേസും കൈകാര്യം ചെയ്യുന്നത് ദുർഗയാണ്. അവർ സംഭവ സ്ഥലത്തെത്തി മൃതദേഹം കൊണ്ടുപോകുന്നു. കാഴ്ചയിൽ ഇതും ഒരു ആത്മഹത്യയാണെന്ന് അവർ നിഗമനത്തിലെത്തുന്നു. എന്നാൽ ഇതിനു പിന്നിൽ എന്തോ രഹസ്യമുണ്ടെന്ന് ശിവ ഉറച്ചു വിശ്വസിക്കുന്നു. പോലീസുകാർ മടികൊണ്ട് എല്ലാ കേസുകളും ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് കരുതി ശിവ രാത്രിയിൽ മോർച്ചറിയിലേക്ക് പോകുന്നു. അവിടെ തന്റെ സുഹൃത്തിന്റെ മൃതദേഹം പരിശോധിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഒരു അടയാളം കാണുന്നു. അപ്പോഴേക്കും ശിവസ്വാമി അവിടേക്ക് വരുന്നതിന് മുമ്പ് ശിവ അവിടെ നിന്ന് രക്ഷപ്പെട്ട് തന്റെ മുറിയിലെത്തുന്നു. സുഹൃത്തിന്റെ മൃതദേഹത്തിന്റെ ഫോട്ടോകൾ വെച്ച് ഇതൊരു ആത്മഹത്യയല്ലെന്നും ആരോ ഇരുമ്പുവടി കൊണ്ട് അടിച്ചു കൊന്നതാണെന്നും അവൻ കണ്ടെത്തുന്നു. ഡെലിവറി ബോയ്ക്ക് എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് തന്റെ സുഹൃത്തിനും സംഭവിച്ചതെന്ന് അവൻ മനസ്സിലാക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. പോലീസിന് ഫയൽ നമ്പർ 1 എന്ന പേരിൽ ഡെലിവറി ബോയുടെ വിവരങ്ങൾ കത്തായി അയച്ചത് നമ്മുടെ നായകനായിരുന്നു. ആ കത്ത് കിട്ടിയിട്ടും പോലീസ് ആ കേസ് ആത്മഹത്യയാക്കി അവസാനിപ്പിച്ചതുകൊണ്ട് ഇനി പോലീസിന് അയച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ശിവ ഫയൽ നമ്പർ 2 എന്ന പേരിൽ തന്റെ സുഹൃത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരെ മീഡിയയ്ക്ക് അയച്ചു കൊടുത്തു. മീഡിയയിൽ ദുർഗ എന്ന പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് കേസുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല, അവർ കേസുകൾ തെറ്റായി എഴുതി തള്ളുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. ഇതോടെ ദുർഗയ്ക്ക് ഇൻസ്പെക്ടറിൽ നിന്ന് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു. മീഡിയയും അവരെ വളയുന്നു. വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താനായി ദുർഗ ആശുപത്രിയിലെത്തി. മോർച്ചറിയിലെ ശിവസ്വാമിയെ പിടിച്ച് വഴക്കിടുന്നു. എടോ, താനല്ല രണ്ടുപേരും ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞത്, താൻ പറഞ്ഞത് വിശ്വസിച്ച് റിപ്പോർട്ട് എഴുതിയതുകൊണ്ട് ഞാനിപ്പോൾ സമ്മർദ്ദത്തിലായി എന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെടുന്നു. കേസ് അന്വേഷിക്കാൻ മറ്റൊരു ഡോക്ടർ വരുന്നു. അദ്ദേഹം 2 മൃതദേഹങ്ങളും പരിശോധിച്ച് പുറത്തു വന്ന മീഡിയയോടും നായികയോടും ഇതൊരു കൊലപാതകമല്ല എന്ന് പറയുന്നു. അപ്പോഴാണ് നായികയ്ക്ക് സമാധാനമാകുന്നത്. പക്ഷെ ശിവയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. തന്റെ നിഗമനങ്ങൾ ഒരിക്കലും തെറ്റാറില്ലെന്ന് അവൻ വിശ്വസിക്കുന്നു. എന്നാൽ ആ ഡോക്ടർ കമ്മീഷണറുടെ മുന്നിൽ വെച്ച് നായികയെ തനിച്ച് വിളിച്ച് പറയുന്നുണ്ട്, മീഡിയയുടെ മുന്നിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ജോലി പോകുമായിരുന്നു, അതുകൊണ്ടാണ് അതൊരു കൊലപാതകമല്ലെന്ന് പറഞ്ഞത്. സത്യത്തിൽ ആ 2 പേരെയും ആരോ കൊന്നതാണ്, അതും ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ച്. അതാരാണെന്ന് കണ്ടുപിടിക്കുക. ഇത് നായികയ്ക്ക് വല്ലാത്തൊരു ഷോക്കായി മാറുന്നു. പതിവ് പോലെ KK എന്ന ഡോക്ടറുടെ അടുത്ത് കേസ് ഫയലുകൾ കാണിച്ച് അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവ അയച്ച ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2 എന്നീ കത്തുകളും കാണിക്കുന്നു. അപ്പോഴാണ് കോളേജിന് ചുറ്റും വിശദമായി അന്വേഷിക്കാൻ അവർ തീരുമാനിക്കുന്നത്. എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ അത് വെച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതി കോളേജ് മുഴുവൻ അവർ പരിശോധിക്കുന്നു. അവിടെ നിന്ന് നീളമുള്ള ഒരു തടിക്കഷ്ണം അവർക്ക് കിട്ടുന്നു. കാഴ്ചയിൽ ഒരു മ്യൂസിയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പുരാവസ്തു പോലെ തോന്നി. അത് ലാബിൽ കൊടുത്ത് പരിശോധിച്ചപ്പോൾ മരിച്ചുപോയ ശിവയുടെ സുഹൃത്തിന്റെ DNA ആ തടിക്കഷ്ണവുമായി മാച്ച് ആകുന്നു. അപ്പോൾ ആ വടി ഉപയോഗിച്ചാണ് അവനെ അടിച്ചു കൊന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ആ വടിക്ക് പഴക്കം തോന്നിയതുകൊണ്ട് പുരാവസ്തുക്കൾ വിൽക്കുന്ന കടകളിൽ ചെന്ന് ഈ വടി നിങ്ങൾ വിറ്റതാണോ, ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയോ എന്ന് ഓരോരുത്തരോടും ചോദിക്കുന്നു. അങ്ങനെ അവർ ഒരു വയസ്സായ മുത്തശ്ശന്റെ അടുത്തെത്തുന്നു. അദ്ദേഹത്തിനോട് ഈ വടിയുടെ ഫോട്ടോ കാണിച്ച് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുന്നു, പണ്ട് ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണിത്. നിങ്ങൾ കാണിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ വടിയുടെ മുന്നിൽ വില്ല് പോലെ ചെറിയൊരു ആയുധവും പിന്നിൽ മറ്റൊരു ആയുധവും ഉണ്ടാവും. മൊത്തം 3 ഭാഗമുള്ള ഒന്നാണിത്. ഇതിന്റെ പേര് ഹതിക് ക്രാക്ക് എന്നാണ്. ആ രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് നാട്ടിൽ പെട്ടെന്ന് ഒരുപാട് പേർ മരിക്കാൻ തുടങ്ങി. ഏതോ ഒരു അജ്ഞാതൻ ആളുകളെ കൊന്നൊടുക്കുകയായിരുന്നു. രാജാവിന്റെ അനാസ്ഥ കാരണം ആ കൊലയാളിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. ആ അജ്ഞാതൻ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ഈ വടി ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രമുണ്ട്. ഇത് കേട്ട് 400 വർഷത്തിന് ശേഷം അതേപോലെ ഇവിടെയും 2-3 പേർ മരിച്ചിരിക്കുന്നല്ലോ എന്ന് നായിക ഭയപ്പെടുന്നു. അപ്പോഴാണ് അവിടെ ഒരു പഴയ മ്യൂസിയം ഉണ്ടെന്ന് അവർ അറിയുന്നത്. അവിടേക്ക് ചെന്ന് അവിടുത്തെ ആളോട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഫോട്ടോയിലുള്ള ഈ വടി നിങ്ങൾ ആർക്കാണ് വിറ്റത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പരുങ്ങുന്നത് കാണുന്നു. ഇയാളാണ് അത് ആർക്കോ വിറ്റതെന്ന് പോലീസിന് മനസ്സിലാവുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൻ മാസ്ക് ധരിച്ചിരുന്നു, കാതിലൊരു കടുക്കനുണ്ടായിരുന്നു, അതല്ലാതെ മറ്റടയാളങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് അയാൾ പറയുന്നു. നായിക അവിടെ നിന്ന് പോവാണ്. നായിക പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ശിവ അതേ സ്ഥലത്ത് വന്ന് ആ വ്യക്തിയെ ചോദ്യം ചെയ്യുന്നു. അയാളോട് ആ വ്യക്തി അതേ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം ആ വടി വാങ്ങിയ ആൾക്ക് ഏകദേശം 5 അടി ഉയരമുണ്ടായിരുന്നു എന്നും പറയുന്നു. കൂടാതെ അയാൾ വന്നത് ഒരു ആംബുലൻസിലായിരുന്നു എന്നും ആ ആംബുലൻസിൽ വന്നാണ് ഈ വടി വാങ്ങിക്കൊണ്ട് പോയതെന്നും പറയുന്നു. ഇതോടെ ശിവ ഓരോ ആംബുലൻസും നിർത്തി ആ വ്യക്തിയെ തിരയാൻ തുടങ്ങുന്നു. മറ്റൊരു വശത്ത് ശിവ കോളേജിൽ വരുമ്പോഴെല്ലാം റോസി എന്ന പെൺകുട്ടി അവന്റെ പുറകെ നടക്കുന്നത് അവന് വലിയ ശല്യമായി മാറുന്നു. റോസിയുടെ സഹോദരൻ ഒരു ഹാക്കറാണ്. അവന്റെ അടുത്ത് ചെന്ന് നിന്റെ പെങ്ങളോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല, അവൾ എന്റെ പുറകെ തന്നെ നടക്കുകയാണ്, ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഇതൊരു വലിയ തലവേദനയായി, നീ നിന്റെ പെങ്ങളെ നിയന്ത്രിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഒരു രാത്രിയിൽ ശിവ വണ്ടിയിൽ പോകുമ്പോൾ അവനോട് പ്രപ്പോസ് ചെയ്ത റോസിയെ ആരോ മുഖംമൂടി ധരിച്ചു വന്ന് കുത്തിയിട്ട് ഓടി പോകുന്നത് കാണുന്നു. ആ വഴി വന്ന ശിവ അത് കണ്ട് ബൈക്ക് താഴെയിട്ട് ആ അക്രമിയെ പിടിക്കാൻ ഓടുന്നതിനിടയിൽ പോലീസുകാർ അവിടെ എത്തുന്നു. നായികയായ ദുർഗ റോസിയുടെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അവൾ മരിച്ചു കിടക്കുകയാണ്. അവിടെ കിടന്ന ബൈക്കിന്റെ അടയാളങ്ങൾ നോക്കി ഈ ബൈക്ക് ഓടിച്ചവനാണ് റോസിയെ കൊന്നത് എന്നവർ കരുതുന്നു. അവിടെ ഒരു തെളിവും കിട്ടുന്നു. കൂർത്ത ആകൃതിയിലുള്ള ആ തെളിവ് കാണുമ്പോൾ അത് ആ വടിയുടെ മുൻഭാഗത്തുള്ള ആയുധമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. മൊത്തത്തിൽ ഡെലിവറി ബോയിയെയും കോളേജിൽ മരിച്ച സുഹൃത്തിനെയും ഇപ്പോൾ റോസിയെയും കൊന്നത് ഈ ബൈക്ക് വെച്ചവനാണെന്ന് അവർ തീരുമാനിക്കുന്നു. ആ ബൈക്ക് ശിവയുടേതായിരുന്നു. കാരണം കുറ്റവാളിയെ പിടിക്കാൻ ഓടിയപ്പോൾ അവൻ ബൈക്ക് അവിടെ ഇട്ടിട്ടാണ് ഓടിയത്.
അങ്ങനെ കൊലയാളി ശിവയാണെന്ന് SI തെറ്റിദ്ധരിക്കുന്നു. അക്രമിയെ പിന്തുടർന്നു പോയ ശിവയ്ക്ക് അവനെ പിടിക്കാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടിൽ വന്ന് മുറിയിൽ ഒളിക്കുന്നു. പോലീസിന് തന്നെ സംശയമുണ്ടെന്ന് മനസ്സിലാക്കി അവൻ ഒളിവിൽ പോകുന്നു. അതേസമയം ദുർഗയും പോലീസും ശിവയുടെ വീട്ടിൽ അവനെ തേടി വരുന്നുണ്ട്. അവിടെ ശിവയുടെ ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. ശിവയുടെ മുറി പരിശോധിക്കുമ്പോൾ അവൻ കേസുകൾ കണ്ടെത്താനായി വാങ്ങിവെച്ച പുസ്തകങ്ങൾ കാണുന്നു. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് എന്തിനാണ് ഇത്തരം പുസ്തകങ്ങൾ എന്ന് സംശയിച്ച് അവനാണ് എല്ലാ കൊലപാതകങ്ങളും നടത്തുന്നതെന്ന് അവർ കൂടുതൽ ഉറപ്പിക്കുന്നു. ശിവയുടെ സുഹൃത്തായ സ്വാമിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ശിവ വളരെ നല്ലവനാണ്, നിങ്ങൾ കരുതുന്നത് പോലെയല്ല എന്ന് സ്വാമി പറഞ്ഞിട്ടും നായിക വിശ്വസിക്കുന്നില്ല. അപ്പോൾ ശിവയുടെ ഭാര്യാപിതാവായ KK വന്ന് പോലീസിനോട് പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ നായികയുടെ സ്റ്റേഷനിലേക്ക് ഫയൽ നമ്പർ 4 എന്ന പേരിൽ ഒരു കത്ത് വരുന്നു. ഫയൽ നമ്പർ 3 വരാതെ എങ്ങനെ 4 വന്നു എന്ന് ചിന്തിച്ച് വായിച്ചു നോക്കുമ്പോൾ അടുത്തതായി മറ്റൊരു കൊലപാതകം നടക്കാൻ പോകുന്നുവെന്നും ധൈര്യമുണ്ടെങ്കിൽ തടയാനും അതിലെഴുതിയിരുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ശിവയാണെന്നും പോലീസിന് തന്നെ പിടികിട്ടിയെന്ന് മനസ്സിലായപ്പോൾ അവൻ വെല്ലുവിളിക്കുകയാണെന്നും നായിക കരുതുന്നു. അടുത്ത കൊലപാതകം നടക്കുന്നതിന് മുൻപ് അവനെ പിടിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. അവർ രാത്രി മുഴുവൻ റോഡിൽ പെട്രോളിംഗ് നടത്തുമ്പോൾ സ്വാമി തന്റെ സുഹൃത്ത് ശിവയെ വിളിച്ച് പോലീസിന് വന്ന കത്തിന്റെ കാര്യം പറയുന്നു. ഇതോടെ നടക്കാൻ പോകുന്ന കൊലപാതകം തടഞ്ഞ് താൻ നിരപരാധിയാണെന്ന് പോലീസിനെ അറിയിക്കാനും യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടാനും ശിവ തീരുമാനിക്കുന്നു. ഒരു രാത്രിയിൽ ആളൊഴിഞ്ഞ റോഡിലൂടെ ശിവയുടെ അടുത്തിരുന്ന് എപ്പോഴും ഗെയിം കളിക്കുന്ന സുഹൃത്ത് നടന്നു പോകുന്നത് കാണിക്കുന്നു. ശിവ അവനെ എത്ര വിളിച്ചിട്ടും അവൻ ശ്രദ്ധിക്കാതെ പോകുന്നു. പെട്ടെന്ന് ഒരിടത്ത് അവൻ ചാടുന്നു. എന്തിനാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ശിവ ചിന്തിക്കുമ്പോൾ ആ സുഹൃത്ത് കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടിയെടുത്ത് റോഡിലൂടെ നടന്നുപോയ ഒരാളുടെ തലക്കടിക്കുന്നു. എന്നിട്ട് ശിവയെ നോക്കി ചിരിക്കുന്നു. ശിവയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മുഖംമൂടി ധരിച്ച ഒരാൾ അവിടേക്ക് വരുന്നുണ്ട്. അവൻ ശിവയുടെ സുഹൃത്തിനെയും കൊന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ആയുധം അവിടെയിട്ട് ഒരു ആംബുലൻസിൽ കയറി രക്ഷപ്പെടുന്നു. ചുരുക്കത്തിൽ ഈ മുഖംമൂടി ധരിച്ചവനാണ് എല്ലാം ചെയ്യുന്നത്. ശിവയ്ക്ക് എന്തു ചെയ്യണമെന്നറിയാതെ മരിച്ചുപോയ സുഹൃത്തിന്റെ ശരീരം നോക്കി കരയുന്നു. ശിവയുടെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം, ഈ മുഖംമൂടിക്കാരനാണോ എല്ലാം ചെയ്യുന്നത്? എന്റെ സുഹൃത്ത് എന്തിനാണ് ഗെയിം കളിച്ചുകൊണ്ട് പോയി ഒരാളെ കൊന്നത് എന്ന് ചിന്തിക്കുന്നതിനിടയിൽ പോലീസ് അവിടെ എത്തി ശിവയെ അറസ്റ്റ് ചെയ്യുന്നു. ഈ 4 പേരെയും കൊന്നത് നീയാണെന്ന് പറഞ്ഞ് ശിവയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റേഷനിൽ വെച്ച് എത്ര ചോദ്യം ചെയ്തിട്ടും ശിവയ്ക്ക് ഒന്നും അറിയില്ല എന്ന ഒരേ ഒരു മറുപടിയാണ് ലഭിക്കുന്നത്. അപ്പോഴാണ് ശിവയുടെ ഭാര്യാപിതാവായ KK വന്ന് ശിവയ്ക്ക് ഒരുപാട് മുറിവുകളുണ്ടെന്നും അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെടുന്നത്. ശിവയെ ആശുപത്രിയിലേക്ക് അയക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ശിവ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ച കുറ്റവാളി രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് നായികയ്ക്ക് ദേഷ്യം വരുന്നു. രക്ഷപ്പെട്ട ശിവ എങ്ങോട്ട് പോകണമെന്നറിയാതെ സുഹൃത്ത് സ്വാമിയെ കണ്ട് ഒരു രഹസ്യ സ്ഥലത്ത് ഒളിവിൽ കഴിയുന്നു. അവിടെ വെച്ച് ശിവ ഒരു കാര്യം കണ്ടെത്തുന്നുണ്ട്. ഈ മാസത്തിൽ വെറും 4 പേരല്ല ദുരൂഹമായി മരിച്ചത്. ഏകദേശം 20-25 പേർ അപകട മരണങ്ങളായി രേഖപ്പെട്ട കേസുകളിൽ ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. അതേസമയം നായിക ശിവയുടെ കുടുംബാംഗമായ ചേച്ചിയെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. ചേച്ചിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ ശിവ ഉറപ്പായും വരുമെന്നും അപ്പോൾ പിടിക്കാമെന്നും അവർ കരുതുന്നു. അപ്പോഴാണ് ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നത്. ഗർഭിണിയായ ശിവയുടെ ചേച്ചിയെ ഒരു ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എതിരെ വന്ന ഒരു പോലീസ് വാൻ ഇടിച്ച് ശിവയുടെ ചേച്ചിക്ക് ബോധം നഷ്ടപ്പെടുന്നു. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഡോക്ടർമാർ അവർ കോമയിലായെന്ന് പറയുന്നുണ്ട്. നായിക തകർന്നു പോകുന്നുണ്ട്. ചേച്ചി കോമയിലായെങ്കിലും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ശിവയുടെ ചേച്ചിക്ക് ഈ അവസ്ഥ വന്നതിന് താനാണല്ലോ കാരണമെന്നും അവരെ പിടിക്കാൻ പോയതുകൊണ്ടല്ലേ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടതെന്നും ഓർത്ത് നായികയ്ക്ക് കുറ്റബോധം തോന്നുന്നു. ഇനി ഈ ജോലി ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്നും രാജിവെക്കാൻ പോകുകയാണെന്നും അവർ തീരുമാനിക്കുന്നു. ആശുപത്രിയിൽ വന്ന ചേച്ചിയെ ഈ അവസ്ഥയിൽ കാണുന്ന ശിവയും തകർന്നു പോവാണ്. ശിവയ്ക്ക് ഒരു സഹോദരൻ കൂടിയുണ്ട്. അയാൾ വിദേശത്താണ്. സഹോദരന്റെ ഭാര്യയും 2 കുട്ടികളും നഗരത്തിലാണ് താമസിക്കുന്നത്. ശിവ തന്റെ സഹോദരന്റെ വീട്ടിലേക്ക് അവരെ കാണാനായി ചെല്ലുമ്പോൾ ആ വീട് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നത് കാണുന്നു. വീട്ടിലെ സാധനങ്ങളെല്ലാം താഴെ ചിതറിക്കിടക്കുന്നു. ഇത് കണ്ട് ശിവ ഭയപ്പെടുന്നുണ്ട്. അവിടെ സഹോദരന്റെ ആദ്യത്തെ മകൻ ഭ്രാന്തനെ പോലെ കണ്ണിലൊരു ലെൻസ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഉള്ളിലെ മുറിയിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു. മുറി തുറന്നു നോക്കുമ്പോൾ നാത്തൂൻ 2ാമത്തെ മകനുമായി ഒളിച്ചിരിക്കുകയാണ്. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താ പറ്റിയെന്നറിയില്ല, പെട്ടെന്നൊരു വടിയെടുത്ത് ഞങ്ങളെ കൊല്ലാൻ വന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. സ്വന്തം മകൻ എന്തിനാണ് നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സിനിമയുടെ തുടക്കത്തിൽ അച്ഛൻ ഫോൺ വാങ്ങി പഠിക്കാൻ പറഞ്ഞിട്ടും ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയായിരുന്നു അത്. ആ ഗെയിം കാരണമാണ് അവന് ഈ അവസ്ഥ വന്നത്. ശിവ ആ ചെറിയ കുട്ടിയുടെ കയ്യിൽ നിന്ന് നാത്തൂനെയും അനിയത്തെയും രക്ഷപ്പെടുത്തി. അവനെ ഒരു മുറിയിൽ അടച്ച ശേഷം അവരുമായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നേരെ അടുത്തുള്ള ഒരു ഹാക്കറുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ആ ഹാക്കർ മറ്റാരുമല്ല, ശിവയെ പ്രണയിച്ച റോസിയുടെ സഹോദരനാണ്. ശിവയെ കണ്ട ഉടനെ അവന് ദേഷ്യം വരുന്നു. എന്റെ പെങ്ങൾ മരിച്ചത് നീ കാരണമാണ്, നീയാണ് അവളെ കൊന്നത് എന്ന് പറഞ്ഞ് പോലീസിനെ പോലെ അവനും സംശയിക്കുന്നു. എന്നാൽ ശിവ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞ് ഇതിന് താൻ കാരണമല്ലെന്നും എന്തോ ഒരു നിഗൂഢമായ കാര്യം നടക്കുന്നുണ്ടെന്നും പറയുന്നു. ഇതിനെല്ലാം കാരണം ഒരു ഗെയിമാണ്. ഇതെന്റെ നാത്തൂനാണ്. അവരുടെ ആദ്യത്തെ മകൻ അവരെ കൊല്ലാൻ ശ്രമിച്ചു. അവന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിലൊരു ഗെയിം ഉണ്ടായിരുന്നു. ഇതാണ് ആ ഗെയിം എന്ന് പറഞ്ഞ് സ്പൈഡർ ഗെയിം എന്നൊരു ഗെയിം കാണിക്കുന്നു. ആ ഹാക്കർ ഇന്റർനെറ്റിൽ ആ ഗെയിമിനെ കുറിച്ച് തിരയുമ്പോൾ അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ലാത്ത ഗെയിമാണെന്നും നിരോധിക്കപ്പെട്ട വെബ്സൈറ്റുകളിൽ നിന്നാണ് ഇത് ലഭിക്കുന്നതെന്നും മനസ്സിലാക്കുന്നു.
തുടർന്ന് ആ ഗെയിമിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവനൊരു ഞെട്ടിക്കുന്ന വിവരം ലഭിക്കുന്നു. ഇതുവരെ മരിച്ച എല്ലാവരുടെയും ഫോണിൽ ഈ ഗെയിം ഉണ്ടായിരുന്നു. ഉടനെ തന്നെ ആ ഹാക്കർ ഇൻസ്പെക്ടർ ദുർഗയെ വിളിക്കാൻ ശിവയോട് പറയുന്നു. ദുർഗ കമ്മീഷണർ ഓഫീസിൽ രാജി സമർപ്പിക്കാനിരിക്കുമ്പോഴാണ് ശിവയുടെ ഫോൺ കോൾ വരുന്നത്. ഉടൻ വന്ന് കീഴടങ്ങ്, നിന്റെ ചേച്ചിക്ക് ഈ അവസ്ഥ വന്നതിന് ഞാനും ഒരു കാരണക്കാരിയാണ്, അതിന് ഞാൻ ജോലി രാജിവെക്കാൻ പോവാണ് എന്ന് ദുർഗ പറയുന്നു. എന്നാൽ അതിനു മുമ്പ് ഹാക്കറുടെ വീട്ടിലേക്ക് ഒരു 5 മിനിറ്റ് വരാൻ ശിവ ആവശ്യപ്പെടുന്നു. വീട്ടിലെത്തിയ ദുർഗ ശിവയെ കണ്ട് എന്താടാ നാടകം കളിക്കുകയാണോ, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നു. അപ്പോൾ ഹാക്കർ ദുർഗയെ ഇരുത്തി പ്രശ്നം ഇവനല്ല ഈ ഗെയിമാണ് എന്ന് പറഞ്ഞ് ആ ഗെയിമിനെ കുറിച്ച് വിശദീകരിക്കുന്നു. അതായത് ഈ ഗെയിമിന് 3 ലെവലുകളുണ്ട്. ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് ആദ്യ ലെവൽ ഒരു സാധാരണ അഡ്വഞ്ചർ ഗെയിം പോലെ തോന്നും. രണ്ടാമത്തെ ലെവലിൽ ധാരാളം അക്രമങ്ങളുണ്ടാവും. മറ്റുള്ളവരെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ലെവൽ എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അതായത് ഈ ഗെയിം കളിക്കുന്നവർക്ക് ഒരു ലെൻസ് കൊടുക്കും. ആ ലെൻസ് വെച്ചാൽ ഗെയിമിൽ എങ്ങനെ മറ്റുള്ളവരെ കൊന്നോ അതുപോലെ ലെൻസിൽ കാണുന്ന ടാർഗറ്റുകളെ അവർ കൊല്ലണം. അതായത് യഥാർത്ഥ ജീവിതത്തിൽ സഹജീവികളെ കൊല്ലണം എന്ന രീതിയിലാണ് ഈ ഗെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കേട്ട് നായിക ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഹാക്കർ പറയുന്നുണ്ട്, ഇപ്പോൾ ഗെയിമിന്റെ 3ാമത്തെ ലെവലിൽ 2 പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ആ പ്ലേയേഴ്സിന്റെ ലൊക്കേഷൻ ഹാക്ക് ചെയ്ത് ദുർഗയ്ക്ക് നൽകുന്നു. അവിടെ പോയി നോക്ക്, ആ ഗെയിം കളിക്കുന്ന 2 പേരും ഏതെങ്കിലും ഒരു പൊതുജനത്തെ കൊല്ലാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്ന് പറഞ്ഞ് അവരെ അയക്കുന്നു. ശിവയെയും കൂട്ടിക്കൊണ്ട് ദുർഗ ആ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയുള്ള എല്ലാവരുടെയും മൊബൈൽ വാങ്ങി പരിശോധിക്കുന്നു. അപ്പോഴാണ് അവിടെ കണ്ണിൽ ലെൻസ് വെച്ചുകൊണ്ട് ഒരു അജ്ഞാതൻ നടന്നു പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ലെൻസ് വെച്ചവന് ഈ ലോകം കാണാൻ കഴിയില്ല, അവന് ഗെയിം ലോകം മാത്രമേ കാണാൻ കഴിയുള്ളൂ. ആ ലോകത്ത് ധാരാളം കോയിനുകൾ ഉള്ളതുപോലെയും VR ബോക്സ് വെച്ചാൽ ഇവിടെ നടക്കുന്നത് ഗെയിമിൽ നടക്കുന്നത് പോലെ തോന്നുന്ന പോലെയും അവന് അനുഭവപ്പെടുന്നു. അങ്ങനെ അവിടെയുള്ള ഒരു സാധാരണക്കാരൻ അവന് ടാർഗറ്റായി മാറുന്നു. ഒരു ഇരുമ്പ് വടിയെടുത്ത് ആ വ്യക്തിയെ കൊല്ലാനായി ഓടുമ്പോഴാണ് നായികയ്ക്കും നായകനും കാര്യം മനസ്സിലാവുന്നത്. ഈ ഗെയിം കാരണമാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നു. ഒരു വിധത്തിൽ ആ അക്രമിയെ പിടിച്ച് ആ വ്യക്തിയെ രക്ഷിക്കുന്നു. എന്നാൽ ഗെയിം 2 പേർ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. രണ്ടാമത്തെ ആൾ പിന്നിലൂടെ വന്ന് ആദ്യത്തെ പ്ലെയർ കൊല്ലാൻ ശ്രമിച്ച ആ ടാർഗറ്റിനെ കൊന്നിടുന്നു. ഇത് കണ്ട് പോലീസ് ആ 2 പ്ലെയേഴ്സിനെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ഈ എല്ലാ കുറ്റങ്ങൾക്കും കാരണം ശിവയല്ല ഈ ഗെയിമാണെന്ന് നായികയ്ക്ക് മനസ്സിലാവുന്നത്. ഗെയിം കളിച്ച് അറസ്റ്റിലായ 3 പേരും മാനസികമായി തകർന്ന നിലയിലായിരുന്നു. കണ്ണിൽ നിന്ന് ലെൻസ് ഊരി മാറ്റിയിട്ടും അവർക്ക് സ്വബോധം തിരികെ ലഭിച്ചിരുന്നില്ല. അതിലൊരു ഗെയിമർ നാളെ രാവിലെ 9 മണിക്ക് തിരുപ്പതിയിൽ ഇതേപോലെ മറ്റൊരു ഗെയിമുണ്ട്, അതൊരു ടൂർണമെന്റ് ആണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ദുർഗ ഞെട്ടാണ്. തിരുപ്പതിയിൽ ടൂർണമെന്റ് നടക്കുകയാണെങ്കിൽ എത്ര കളിക്കാർ പങ്കെടുക്കും? ലെവൽ 3യിലുള്ള അത്രയും കളിക്കാർ അവിടെ എത്തിയാൽ അവർ സാധാരണക്കാരെ കൊല്ലാൻ ശ്രമിക്കില്ലേ? അവരെ എങ്ങനെ രക്ഷിക്കും? ഈ ഗെയിം ആരാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യം ദുർഗയുടെ മനസ്സിൽ ഉയർന്നു. അപ്പോഴാണ് നായകൻ ആ ഗെയിം ഉണ്ടാക്കിയത് ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല, KK എന്ന നായകന്റെ ഭാര്യാപിതാവാണ്. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ശിവ പറയുന്നു, ആശുപത്രിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടാൻ സഹായിച്ചത് എൻ്റെ ഭാര്യാപിതാവാണ്. അന്നു തൊട്ടേ എനിക്ക് അദ്ദേഹത്തെ സംശയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തലച്ചോറിന് തകരാറുള്ള രോഗികളുമായി സംസാരിച്ച് അവരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിയും. ഈ രീതിയാണ് അദ്ദേഹം ഗെയിമിലും ഉപയോഗിച്ചത്. ആദ്യം മരിച്ച ഡെലിവറി ബോയെ കൊന്നതും ഈ ഗെയിം കളിച്ച ഒരാളാണ്. ഈ മാസം മാത്രം 25 പേരാണ് ഇങ്ങനെ മരിച്ചത്. എന്നാൽ ഞാനത് കണ്ടുപിടിച്ച് ഫയൽ നമ്പർ 1 നിങ്ങൾക്ക് അയച്ചപ്പോൾ അദ്ദേഹം പരിഭ്രാന്തനായി. നിങ്ങൾ അദ്ദേഹവുമായി ഈ കേസ് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം സംശയം എൻ്റെ നേരെ തിരിച്ചുവിട്ടു. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചു. ഫയൽ നമ്പർ 4 അയച്ചത് ഞാനല്ല, എൻ്റെ ഭാര്യാപിതാവാണ്. അതിൽ എന്നെ കൊടുക്കുകയായിരുന്നു. ചുരുക്കത്തിൽ എൻ്റെ ഭാര്യാപിതാവ് KKയെ പിടിച്ചാൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാവും. അദ്ദേഹത്തെ നമ്മൾ എവിടെ പോയി തിരയുമെന്ന് ചോദിക്കുമ്പോൾ ആ വിഷമം നിങ്ങൾക്ക് വേണ്ട, ഞാൻ അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞു എന്ന് ശിവ പറയുന്നു. ശിവ തന്റെ സുഹൃത്ത് സ്വാമിയെ വെച്ച് ഭാര്യാപിതാവിനെ പിടികൂടിയിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ഗെയിം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചതിന് അദ്ദേഹം മറുപടി പറഞ്ഞു, ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കാനാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അതെ, ശിവ പറഞ്ഞത് സത്യമാണ്. ഒരു ദിവസം ശിവയുടെ വീട്ടിൽ പോയപ്പോൾ അവൻ മെഡിക്കൽ പഠനത്തിനപ്പുറം ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അവൻ്റെ പുസ്തകങ്ങൾ കണ്ട് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ അവനെ കുടുക്കിയത്. ഞാൻ എന്തിനാണ് ഈ ഗെയിം ഉണ്ടാക്കിയതെന്നാൽ ഞാനൊരു തീവ്രവാദിയാണ്. ഒരു വലിയ സംഘടനയിൽ ഞാൻ അംഗമാണ്. ഇന്ത്യൻ ആർമി ഇപ്പോൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ഗെയിമിലൂടെ ഇന്ത്യക്കാർക്ക് നേരെ ആക്രമണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ ഗെയിം ഉണ്ടാക്കി ചെറിയ കുട്ടികളുടെ ഫോണിലെത്തിച്ച് അവർ ലെവൽ 3-ലെത്തുമ്പോൾ സാധാരണക്കാരെ കൊല്ലാൻ അവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഈ സംഭവങ്ങളെല്ലാം ഞങ്ങൾ കണ്ടെത്തി. നാളെ തിരുപ്പതിയിൽ 28 പേർ ഈ ഗെയിം കളിക്കാൻ പോകുന്നു. അപ്പോൾ എത്ര പേർ മരിക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചോ? നിങ്ങൾ വിചാരിച്ചാലും അത് തടയാൻ കഴിയില്ല എന്ന് അയാൾ പറയുന്നു. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് തിരുപ്പതിയിൽ ഗെയിം തുടങ്ങും. പോലീസിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ നായകൻ ഒരു ഐഡിയ പറയുന്നു. നഗരത്തിലെ മികച്ച ഹാക്കർമാരുടെ കമ്പനിയോട് സഹായം ചോദിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഒരു കോർപ്പറേറ്റ് കമ്പനിയുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നു. സ്പൈഡർ എന്നൊരു ഗെയിം കാരണം ഒരുപാട് കുട്ടികൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഗെയിം അവരുടെ തലച്ചോറിനെ കാർന്നു തിന്നുകയാണ്. ലെവൽ 3 കളിക്കുമ്പോൾ അവർ യഥാർത്ഥ മനുഷ്യരെ കൊല്ലുന്നു. നാളെ തിരുപ്പതിയിൽ 28 പേർ ഈ ഗെയിം കളിക്കാൻ പോകുന്നു. നമുക്കത് തടയാൻ കഴിയും. നിങ്ങൾ ആ ഗെയിം ഹാക്ക് ചെയ്ത് 28 പേരുടെയും ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അവർക്ക് സാധാരണക്കാരെ ടാർഗറ്റായി നൽകുന്നതിന് പകരം ആ ടാർഗറ്റ് മാറ്റി എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ബസ്സിന്റെ ലൊക്കേഷൻ ടാർഗറ്റായി നൽകണം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് സാധ്യമാണ്.
ആ രാത്രി മുഴുവൻ ഹാക്കർമാർ ശ്രമിക്കുന്നു. മറ്റൊരു രാജ്യത്തിരിക്കുന്ന കെയുടെ സംഘം ഹാക്കിംഗ് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ ഇവർ വിജയിക്കുന്നു. അടുത്ത ദിവസം തിരുപ്പതിയിൽ നായകനും പോലീസ് സംഘവും ഒരു ബസ്സുമായി കാത്തിരിക്കുന്നു. 9 മണിക്ക് ഗെയിം കളിക്കാൻ വന്ന 28 പേരും ലൊക്കേഷനായി ആ ബസ്സിന്റെ സ്ഥലം ലഭിക്കുന്നു. പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നവരെല്ലാം ആ ബസ്സിലേക്ക് കയറുന്നു. രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടതിന് അവർക്ക് ഫലം കിട്ടുന്നു. എന്നാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. 28 പേരിൽ 22 പേർ മാത്രമാണ് ബസ്സിൽ കയറിയത്. ബാക്കി 6 പേർ ഇപ്പോഴും പുറത്തുണ്ട്. എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോൾ നായകൻ പ്ലാൻ ബി പറയുന്നു. പ്ലാൻ ബി പ്രകാരം ബാക്കിയുള്ള 6 പേർക്കും ടാർഗറ്റായി നായകനെ തന്നെ സെറ്റ് ചെയ്യുന്നു. ആ 6 പേരും നായകനെ കൊല്ലാനായി വരുമ്പോൾ നായകൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം ആ ബസ്സിനുള്ളിലേക്ക് കയറുന്നു. ബസ്സിൽ കയറുമ്പോൾ നായകൻ ഒരു മാസ്ക് ധരിക്കുന്നു. നായകനെ പിടിക്കാൻ വന്ന 6 പേരും ബസ്സിൽ കയറിയ ഉടൻ ബോധം കെട്ട് വീഴുന്നു. കാരണം ബസ്സിൽ ഒരു മയക്കുന്ന വാതകം അവർ സ്പ്രേ ചെയ്തിരുന്നു. അങ്ങനെ 28 പേരും അവിടെ ബോധരഹിതരാകുന്നു. അവരുടെ കയ്യിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുന്നു. മറ്റൊരു രാജ്യത്തിരിക്കുന്ന ആ തീവ്രവാദി സംഘം ഈ ദൗത്യം പരാജയപ്പെട്ടതിൽ നിരാശരാകുന്നു. അവസാനം ഇന്ത്യയെയും തിരുപ്പതിയെയും രക്ഷിച്ചതുകൊണ്ട് നായകനും നായികയും വിജയിക്കുന്നു. ഈ വാർത്ത വൈറലായി ഇന്ത്യ മുഴുവൻ പടരുന്നു. ഇതെല്ലാം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് എടുത്തതെന്ന് അവസാനം പറയുന്നുണ്ട്. പോലീസുകാർ രക്ഷിച്ച 28 യുവാക്കളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇതുപോലുള്ള തെറ്റായ ഗെയിമുകൾ കളിച്ച് ഒരുപാട് പേർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ ഫോണിലുള്ള ഗെയിമുകളും വീഡിയോകളും എന്തൊക്കെയാണെന്ന് ഇടയ്ക്കിടെ പരിശോധിക്കണമെന്നും പറയുന്നു. ചില വീടുകളിൽ മാതാപിതാക്കൾ തന്നെ ഇത്തരം ഗെയിമുകൾ കളിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. അവസാനം നായകൻ തന്റെ കാമുകിയെ വിവാഹം കഴിക്കുകയും അവളുടെ അച്ഛനെ ജയിലിലടച്ച് സമാധാനത്തോടെ ജീവിക്കുന്നതായും കാണിച്ച് സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായി? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കോ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുകയുള്ളൂ. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.